വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് മെയിൽ ക്രോക്കിയിൽ റെൻഡർ ചെയ്യാം. നമ്മൾ ഓൾറെഡി ബ്ലോക്ക് ഫിഗർ വരയ്ക്കാൻ പഠിച്ചു, അതിൽ ഷേപ്പിംഗ് ചെയ്യാനും പഠിച്ചു. ഇനി നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ എങ്ങനെ ന്യൂഡ് കളറ് മെയിൽ ക്രോക്കിയിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മളിതിൽ റെൻഡർ ചെയ്യാൻ പോവുകയാണ്. ഫീമെയിൽ ക്രോക്കി ചെയ്തപ്പം ഞാൻ പറഞ്ഞിരുന്നു ഏത് പെൻസിൽസാണ് ഞാൻ യൂസ് ചെയ്യാറെന്നുള്ളത്. അപ്പം ഇത് തന്നെയാണ് ഞാൻ മെയിൽ ക്രോക്കിയിലും യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ കുറച്ച് അധികം ഡാർക്കാക്കാൻ നോക്കും, കാരണം കുറച്ചും കൂടെ ഒരു ബോഡി ടോണിൽ, സ്കിൻ ടോണിൽ കുറച്ചുകൂടെ ഒരു ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് ഇത് ലൈറ്റായിട്ടും ഇത് കുറച്ചുകൂടെ ഫീമെയിലിനേക്കാളും കുറച്ചുകൂടെ കട്ടിയിലായിട്ടായിരിക്കും ഞാൻ കൊടുക്കുക കേട്ടോ. അപ്പം അറിയാമല്ലോ അല്ലേ, ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ ഫീമെയിൽ ക്രോക്കി റെൻഡർ ചെയ്യുന്ന വീഡിയോ കാണാം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ വേണം, വാട്ടർ ബ്രഷ് വേണം, നമ്മൾ ഷാർപ്നർ വേണം, ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റെൻഡർ ചെയ്യാം. ആദ്യം എന്താ നമ്മൾ ചെയ്യുക, ഈ ഒരു പെൻസിൽ വെച്ചിട്ട് കംപ്ലീറ്റ് കൊടുക്കും. എന്നിട്ട് ഇതാ ഈ ബ്രൗൺ വെച്ചിട്ട് കുറച്ച് അതിൻ്റെ മേലെ കൊടുക്കും. ബോർഡറിലേക്കായിട്ട് ബ്രൗൺ കുറച്ച് ഡാർക്കാക്കും. ഇതേ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ബ്രൗൺ വെച്ചിട്ട്, ഈ ഒരു ബ്രൗൺ വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടെ ഡാർക്കൻ ചെയ്യും, കംപ്ലീറ്റ് കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ജസ്റ്റ് ബേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ ബ്രഷ് വെച്ചിട്ട് റെൻഡർ ചെയ്യാം. സെൻറ്ററിൽ നിന്ന് തുടങ്ങുക, പെരിഫറിയിലേക്ക് പോവുക കേട്ടോ. ഫ്രം സെൻറ്റർ ടു പെരിഫറി.
അപ്പോൾ ഏകദേശം നമ്മുടെ ക്രോക്കി സെറ്റായിട്ടുണ്ട്. ഏകദേശമൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു വഴിയാണ് കേട്ടോ ഇത്. ഇതല്ലാതെ നമുക്ക് വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമ്മുടെ എന്താ പറയുക, ഓൾറെഡി ഞാനൊരു പോർട്രേറ്റ് ഡ്രോയിങ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സ്ട്രെയിറ്റ് ഹെയർ വരച്ച സമയത്ത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്കിൻ ടോൺ ചെയ്യേണ്ടത് എന്നെല്ലാം ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ഹെയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെയർസ് പഠിച്ചപ്പോൾ തന്നെ ഞാൻ അതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നോക്കാതെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു ന്യൂഡ് കളർ ചെയ്തെടുക്കാം എന്നുള്ളത് വാട്ടർ കളർ പെൻസിൽസ് വെച്ച് ചെയ്യുന്നത് കാണിച്ചത് കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു ട്യൂട്ടോറിയൽ അവസാനിക്കുമ്പോഴേക്കും മെയിൽ ആൻഡ് ഫീമെയിൽ ക്രോക്കീൻ്റെ ബ്ലോക്ക് ഫിഗറും പഠിച്ചു, അതുപോലെ അതിൽ ഷേപ്പ് ചെയ്യാനും പഠിച്ചു, റെൻഡർ ചെയ്യാനും പഠിച്ചു അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രൊക്രിയേറ്റ് ട്യൂട്ടോറിയൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. പ്രൊക്രിയേറ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള പല കാര്യങ്ങൾ നമുക്കിനി പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ജ്വല്ലറി ഡിസൈനിങ് വരുന്നുണ്ട്, ബാഗ് ഡിസൈനിങ് വരുന്നുണ്ട്, ഫുഡ് വെയർ, ഹാൻഡ് വെയർ, അതല്ലാതെ ഫാബ്രിക് റെൻഡറിങ്, അതല്ലാതെ തന്നെ നമുക്ക് പോസ്റ്റർ മേക്കിംഗ്, പിന്നെ ഇപ്പം 3D മോഡൽസ് ചെയ്യുന്നത്, അങ്ങനെ പലതും ഉള്ളൊരു കാര്യമാണ് പ്രൊക്രിയേറ്റ്. അപ്പോൾ എല്ലാം കൂടെ എങ്ങനെയാണ് പറഞ്ഞ് ഇതാക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു പ്ലാൻ പോലെ റെഡിയാക്കിയിട്ടുണ്ട്. നോക്കാം, നമുക്ക് നെക്സ്റ്റ് വീക്കിൽ മാക്സിമം പ്രൊക്രിയേറ്റ് ബ്രഷസ് തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി പോകാനാണ്. എംബ്രോയ്ഡറി ബ്രഷസ് വരുന്നുണ്ട്, അതല്ലാതെ ഉള്ള ബ്രഷസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചസ് ഇല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിച്ചസ് അത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ പലതും പ്രൊക്രിയേറ്റിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എത്ര ഞാൻ എപ്പിസോഡ്സ് ഇട്ടാലും തീരാത്തത്ര കാര്യങ്ങൾ പ്രൊക്രിയേറ്റിൽ വരുന്നുണ്ട്. ജ്വല്ലറി മേക്കിങ്ങും ഉണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് അടക്കം പ്രൊക്രിയേറ്റിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ. പ്രൊക്രിയേറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്, ചെറിയ കാര്യമല്ല. അപ്പോൾ അത് നമുക്കിങ്ങനെ പതുക്കെ പഠിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കംപ്ലീറ്റ് പ്രൊക്രിയേറ്റ് ആയിരിക്കും. ഇതോടുകൂടിയിട്ട് നമ്മുടെ ക്രോക്കി എപ്പിസോഡ്സ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോസസ് പഠിക്കാനുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്രോക്കീൻ്റെ സബ്ജക്ട്സ് വരുമ്പോൾ പൊതുവെ വ്യൂസൊക്കെ ഭയങ്കര കുറവാണ്. ഷോർട്സിലാണെങ്കിൽ വ്യൂസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അത് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് അറിയാതെ നമുക്ക് ഡിസൈനേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ ശരിക്കും അറിയണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വ്യൂസ് കുറവാണെങ്കിലും സാരമില്ല, പോട്ടെ, ഇത് ഇങ്ങനെ പോട്ടെ, വീഡിയോസ് പോട്ടെ, മുന്നോട്ടേക്ക് നമ്മുടെ സബ്ജക്റ്റ് പോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പോകുന്നു കേട്ടോ. പോസസ് പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. വേണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് ഇടാം, അതല്ല അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ ഞാൻ അത് ഇടുന്നില്ല കേട്ടോ. എങ്ങനെ ചെയ്യണം എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമൻറ്റെങ്കിലും വരികയാണെങ്കിൽ ഞാനത് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് സബ്ജക്റ്റിലോട്ട് കടക്കും കേട്ടോ. അപ്പോൾ ബൈ.